വെൽക്കം ടു ഫിസിക്സ് സെർച്ച്. താപപ്രേക്ഷണം അഥവാ ഹീറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. എന്താണ് താപപ്രേക്ഷണം എന്ന് നോക്കാം. ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തുവിലേക്കോ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്കോ താപപ്രേക്ഷണം നടക്കുന്നതിന് താപനില വ്യത്യാസമാണ് കാരണം. ആ താപനില വ്യത്യാസം കാരണം രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള താപത്തിൻ്റെ കൈമാറ്റത്തെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്കുള്ള താപപ്രേക്ഷണത്തെയാണ് താപപ്രേക്ഷണം അഥവാ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. താപപ്രേക്ഷണം 3 വ്യത്യസ്തങ്ങളായ രീതിയിലാണ് നടക്കുന്നത്. 1 ചാലനം അഥവാ കണ്ടക്ഷൻ, 2 സംവഹനം, 3 വികിരണം. എന്താണ് ചാലനം എന്ന് നോക്കാം. ഒരു വസ്തുവിൻ്റെ അടുത്തടുത്ത 2 ഭാഗങ്ങളിൽ താപനില വ്യത്യാസത്തിൻ്റെ ഫലമായി താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയെ ചാലനം എന്ന് പറയുന്നു. അതിനൊരു ഉദാഹരണം നോക്കാം. ഒരു ലോഹദണ്ഡ്, ആ ലോഹദണ്ഡിന് L ലെങ്ത് ഉണ്ടെന്നും അതിൻ്റെ 2 എൻഡുകളുടെയും ക്രോസ് സെക്ഷൻ അഥവാ സമഛേദതല പരപ്പളവ് A എന്നും ഇമാജിൻ ചെയ്യുക. ഇനി ആ 2 എൻഡ് പോർഷനും 2 വ്യത്യസ്ത താപനിലയുള്ള റിസർവോയറിൽ വയ്ക്കുക. അപ്പോൾ രണ്ടിനും 2 വ്യത്യസ്ത ടെമ്പറേച്ചർ ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള താപപ്രവാഹ നിരക്കെന്ന് പറയുന്നത് ആ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എക്കും അവിടെയുള്ള ടെമ്പറേച്ചർ വ്യത്യാസത്തിനും ഡയറക്റ്റ്ലി പ്രപ്പോർഷണലും അതുപോലെ ആ ലോഹദണ്ഡിൻ്റെ ലെങ്തിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലും ആയിരിക്കും. അപ്പോൾ ആ ഡയറക്റ്റ്ലി പ്രപ്പോർഷണാലിറ്റി മാറ്റാനായി ഒരു കോൺസ്റ്റൻ്റ് അപ്ലൈ ചെയ്യുന്നു. അതാണ് K, താപീയ ചാലകത. ഇനി ആ ഇക്വേഷൻ എങ്ങനെ മാറുന്നു? H = K × A × T - TD / L. K എന്ന താപീയ ചാലകതയുടെ യൂണിറ്റ് ജൂൾ (2^-1) മീറ്റർ(-1) കെൽവിൻ(-1) അല്ലെങ്കിൽ വാട്ട് മീറ്റർ(-1) ജൂൾ വാട്ട് മീറ്റർ(-1) കെൽവിൻ(-1). ജൂൾ പെർ സെക്കൻഡ് വാട്ട് ആകും. അപ്പോൾ ജൂൾ (2^-1) മീറ്റർ(-1) കെൽവിൻ(-1) അല്ലെങ്കിൽ വാട്ട് മീറ്റർ(-1) കെൽവിൻ(-1). താപീയ ചാലനത്തിൻ്റെ ഇൻക്രീസിങ് ഓർഡർ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഫാസ്റ്റായി നടക്കുന്നത് ഖരം, അത് കഴിഞ്ഞാൽ ദ്രാവകം, അത് കഴിഞ്ഞാൽ വാതകം. ഇനി എന്താണ് സംവഹനം എന്ന് നോക്കാം. ദ്രവ്യത്തിൻ്റെ യഥാർത്ഥ ചലനം കൊണ്ടുള്ള താപപ്രേക്ഷണ രീതിയാണ് സംവഹനം. ഇത് ദ്രവ്യങ്ങളിൽ അഥവാ ഫ്ലൂയിഡ്സ്, ഗ്യാസും ലിക്വിഡ്സും ചേർന്ന് പറയുന്നതാണ് ഫ്ലൂയിഡ്സ്. ഇത് ദ്രവ്യങ്ങളിൽ മാത്രമേ സാധ്യമാകുന്നുള്ളൂ. ഇനി സ്വാഭാവിക സംവഹനത്തിന് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ്. ഇനി എന്താണ് സംവഹനം എന്ന് എളുപ്പത്തിൽ പറയാനാണെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചാൽ ചൂട് കിട്ടുന്ന ആ വെള്ളത്തിൻ്റെ ഭാഗം, അടിഭാഗത്തുള്ള വെള്ളം ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ സാന്ദ്രത അഥവാ ഡെൻസിറ്റി കുറയുന്നത് കാരണം വെള്ളം മുകളിലേക്ക് വരികയും പിന്നെ തണുത്ത വെള്ളം താഴേക്ക് പോവുകയും ചെയ്യും. ആ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് നടക്കുന്നതുകൊണ്ടാണ് വെള്ളം ചൂടാകുന്നത്. അതാണ് സംവഹനം എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ് വികിരണം എന്ന് നോക്കാം. ഒരു താപപ്രേക്ഷണത്തിന്, ഈ നേരത്തെ പറഞ്ഞ എല്ലാ താപപ്രേക്ഷണത്തിന് എന്താണ് മാധ്യമം ആവശ്യമാണ്. എന്നാൽ മാധ്യമം ആവശ്യമില്ലാത്ത ഒരു താപപ്രേക്ഷണ രീതിയാണ് വികിരണം. വൈദ്യുത കാന്തിക തരംഗങ്ങൾ വഴിയാണ് ഇവിടെ താപോർജ്ജ പ്രേക്ഷണം നടക്കുന്നത്. ഇങ്ങനെ വൈദ്യുത കാന്തിക തരംഗങ്ങളാൽ വികിരണം ചെയ്യപ്പെടുന്ന ഊർജത്തെ വികിരണ ഊർജം എന്ന് പറയുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്ത കണ്ടൻറ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്